ഇത്രയും കമന്റ്സ് ആ പോസ്റ്റിന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു Q&A ഞാൻ നടത്താണെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതില് 62ഓളം പേര് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു 10ഓ 20ഓ പേര് ചോദിക്കുമെന്നാ വിചാരിച്ചിരുന്നേ ട്ടോ. പക്ഷെ ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാൻ ഇപ്പം അതിന്റെ ഒരു ആൻസർ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എനിക്കറിയാത്ത കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും. കാരണം വീഡിയോ ഒരുപാട് നീണ്ടു പോകും. ഞാൻ രണ്ടാമതാണ് ഇത് ഷൂട്ട് ചെയ്യുന്നേ. എൻ്റെ സ്റ്റോറേജ് തികയുന്നില്ല. അതുകൊണ്ടാണ് ട്ടോ. സോ വേഗം തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ബാസ് കേരള ഓഡിയോ വിഷ്വൽ ആണ് ഇട്ടേക്കുന്നെ. ഒരുപാട് ക്വസ്റ്റ്യൻ അദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ട്. വേർ യു ഫ്രം? ഞാൻ പറവൂര്, നോർത്ത് പറവൂര്, എറണാകുളത്ത് നിന്നാണ്. ആർ യു സിംഗിൾ? നോ. ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ ഒന്നും ആയിട്ട് എനിക്ക് അങ്ങനെ ആരുമില്ല. എനിക്കിഷ്ടമുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യണൂന്നുള്ളൂ. ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ എനിക്ക് ഷെറിൻസ് വ്ലോഗ്, പിന്നെ JB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ടല്ലോ. JB എന്ന് തന്നെയാണോ പേരെന്ന് എനിക്കറിയില്ല. ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ഒരു ചേട്ടൻ ഇരിക്കൂലേ, ആ ചാനൽ എനിക്കിഷ്ടമാണ്. അത് ഞാൻ കാണാറുണ്ട്. പിന്നെ ട്രാവൽ ഉള്ള വ്ലോഗ്സ് ഒക്കെയാണ് ഞാൻ കൂടുതലും കാണാൻ എനിക്ക് താല്പര്യം. ബാഡ് എക്സ്പീരിയൻസ് ഫ്രം സോഷ്യൽ മീഡിയ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബാഡ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷേ അത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വലിയ കാര്യമാക്കാറില്ല. പിന്നെ പ്രൊഡക്ട്സ് യു യൂസിങ് ടു ക്രിയേറ്റ് വീഡിയോസ്. ഞാൻ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്. പിന്നെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയൊരു ചീപ്പ് റേറ്റിന് കിട്ടിയൊരു മൈക്കും വാങ്ങിച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ഹൗ? ഞാൻ ഇൻഷോട്ട് വഴിയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോട്ട് ആണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത്. ഡ്രീം ഗോൾ അങ്ങനെ പ്രത്യേകിച്ച് ഡ്രീം ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എനിക്ക് ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റർ ആവണം, നല്ല രീതിയിലാവണം എന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. തിങ്സ് യു ബിലീവ് ദാറ്റ് യു കാൺട്ട് അഫോർഡ് ഓർ അച്ചീവ്? അങ്ങനെ എന്ന് പറയാനായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു നല്ലൊരു ഫോൺ വാങ്ങാനാണെങ്കിൽ എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നല്ല ഒരു എന്താ പറയാ, അങ്ങനെ കൂടുതൽ ചെലവാക്കാത്ത ഒരാളാണ് ഞാൻ. ഞാൻ വളരെ പിശുക്കി പിശുക്കിയേ ഞാൻ ജീവിക്കുള്ളൂ. അധികം പൈസ കൊടുത്ത് ഞാനൊന്നും അങ്ങനെ വാങ്ങാറില്ല. സോ അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ വാങ്ങൂല അത്. വാട്ട് ആർ ദ തിങ്സ് ഇൻസ്പയർ യു ടു ബിക്കം എ യൂട്യൂബർ ആൻഡ് ചാലഞ്ചസ് ഫേസ്ഡ് ഫ്രം ഫാമിലി ആൻഡ് സൊസൈറ്റി? ഓക്കെ, വായിക്കുന്നില്ല കാരണം സമയം പോണു, അതുകൊണ്ടാണ്. അങ്ങനെ എന്താ പറയാ, ഇൻസ്പിറേഷൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഫാമിലി, ഞാൻ ആരോടും പറയാണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ആരും എന്നെ ചീത്തയൊന്നും പറയൊന്നുമില്ല. ഞാൻ ഫാമിലിയോടും പറഞ്ഞിട്ടില്ല, ഫ്രണ്ട്സിനോടും ആരോടും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഇത് തുടങ്ങിയാൽ അത് വിജയിക്കുമെന്നൊന്നും അറിയില്ല. ഞാനപ്പോൾ ചിലപ്പോൾ തുടങ്ങിയിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഇത് വർക്കായില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ലോഗൗട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല. സോ എല്ലാവരും അറിഞ്ഞത് ഇങ്ങനെ അവർ യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ കണ്ടത് കൊണ്ടാണ് എല്ലാവരും, ഫാമിലി, എൻ്റെ വീട്ടുകാരും പറഞ്ഞത്, റിലേറ്റീവ്സ് അറിഞ്ഞ്, പിന്നെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തർ അങ്ങനെ കണ്ടിട്ടാണ് എല്ലാവരും അറിഞ്ഞത്. സോ പിന്നെ ഈ PSC എക്സാമിൻ്റെ കൂടെ ഞാൻ ആക്കിയിട്ടില്ല. ഞാൻ PSC കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്താണ്, വീട്ടിലിരുന്നപ്പോഴാണ് ഞാനിത് തുടങ്ങിയത്. സോ അത് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ലൈഫ്? വാട്ട് ഡു യു കൺസിഡർ ടു ബി ദ കീ ടു സക്സസ് ഇൻ ലൈഫ്? ബെസ്റ്റ് പീരീഡ്, പിന്നെ എന്തെന്നാ, മാരേജ് ആൻഡ് ഫാമിലി. ഓക്കെ, ലൈഫിനോടുള്ള വ്യൂസ് എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടാ. എനിക്കെന്താണ്, പോയ പോലെ അങ്ങോട്ട് പോവാ. ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. ഇപ്പം നാളെ എന്താവുമെന്ന് നമുക്കറിയില്ല. വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. ഒന്നും നമ്മൾ എന്താ പറയുക, ആഗ്രഹിച്ച് ചിലപ്പോൾ ചിലവർക്ക് നടക്കുമായിരിക്കും. പക്ഷേ എല്ലാം ഒന്നും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ഭാവിയിലാവണമെന്നൊന്നും നമുക്ക്, ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. ബെസ്റ്റ് പീരീഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് സ്കൂൾ പീരീഡാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തേക്കുന്ന ആ ഒരു സമയത്താണ്. ഡിഗ്രി സമയത്തൊക്കെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് പോലെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇൻട്രോവേർട്ട് അല്ല, അല്ലാതെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. എന്നാലും എക്സ്ട്രോവേർട്ടും അല്ല ഇൻട്രോവേർട്ടും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പെട്ടെന്നാണ് കാണാനിടയായത്. യു ആർ ജെന്യുവിൻ ഇൻഫ്ലുവൻസർ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം? ഹൂ സപ്പോർട്ടഡ് എഡിറ്റിംഗ്? താങ്ക് യു ആദ്യം തന്നെ. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണമൊന്നുമില്ല. എനിക്കിപ്പോൾ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. PSC ഇതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കാം, ഞാൻ ഓൾറെഡി റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. സോ അത് തന്നെ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കും ഇട്ട് നോക്കാം എന്ന് കരുതി ആദ്യമൊക്കെ ഞാൻ റീൽസൊക്കെ ആയിട്ട് തുടങ്ങിയിരുന്നത്. പിന്നീടാണ് കുറച്ചും കൂടി കണ്ടൻസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. എഡിറ്റിംഗ് ഒക്കെ ആരും സപ്പോർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റിംഗ് ഒക്കെ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എക്സ്പെക്റ്റേഷൻ അബൌട്ട് ഫ്യൂച്ചർ ലൈഫ് പാർട്ട്ണർ? പെട്ടെന്ന് പറയാനാണെങ്കിൽ എന്താ പറയുക, സത്യസന്ധനായിരിക്കണം, പരിഗണന നൽകണം, നമുക്കും ഒരു വില നൽകണം. എന്താ പറയുക, ചിലവർ കല്യാണം കഴിയുന്നവരെ ഒരു ഇത് കാണിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വേലക്കാരിയെ പോലെ ആക്കി കളയും. അങ്ങനെയൊന്നും ആക്കരുത്. നമുക്കും കൂടി ഒരു കൺസിഡറേഷൻ നൽകണം.
വേറെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മളോട് പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. അത്രയൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ. ഫേക്ക് ആയിട്ട് ഇരിക്കരുത്. എനിക്ക് ഫേക്ക് ആയിട്ടുള്ളതും നുണ പറയുന്ന ആൾക്കാരെ എനിക്കിഷ്ടമല്ല. If you get a chance to go back in time and restart your life, what things would you do differently? ആദ്യം എനിക്ക് ഈ കരിയറിൻ്റെ കാര്യമായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡിഗ്രി PGയും എടുത്തതാണ് എംകോം. സോ ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ട്രെയിനി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോവും. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ റീ ബാക്ക് പോയിട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ എന്തെങ്കിലും ഒരു ട്രെയിനി ആയിട്ട് എവിടെയെങ്കിലും ഒരു ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കാം മാക്സിമം. അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ജോലിയുടെ കൂടെ വേണമെങ്കിൽ PSCയും ട്രൈ ചെയ്യാം. അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകും. സിനിമയിലെ ചാൻസ് കിട്ടിയോ? ഓഫർ സിനിമയിലൊന്നും അതിനൊന്നുള്ള ഇതൊന്നും ആയിട്ടില്ല എനിക്ക്. ഷോർട്ട് ഫിലിമിനൊക്കെ ഇൻസ്റ്റയിൽ വരാറുണ്ട് ഷോർട്ട് ഫിലിം എന്നൊക്കെ. പക്ഷെ അതൊക്കെ റിയൽ ആണോന്ന് എനിക്കറിയില്ല. അത് റിയൽ ആണോന്ന് ചെക്ക് ചെയ്യാനും ഞാൻ എന്ത് ചെയ്യും, എനിക്കിപ്പോൾ പേടിയാണ്. എന്തിനെങ്കിലും പോകണമെങ്കിൽ തന്നെ എന്നെ അങ്ങനെ അതിനൊന്നും ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യാനോ വരാനോ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്കതൊക്കെ ഭയങ്കര പേടിയാണ്. റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അതൊന്നുമില്ല. പിന്നെ സ്റ്റോറി ഓഫ് യുവർ PSC ജേർണി, ഹൗ PSC ചേഞ്ച് സ്റ്റോറി PSC ജേർണി എന്ന് വെച്ചാൽ എന്താ, ഞാനൊരു 2 കൊല്ലം ഒരു ജോലിക്ക് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ജോലിക്ക് നോക്കി. ഒരു ഇൻ്റർവ്യൂ സെറ്റായി എനിക്ക് ജോലിക്ക് കയറാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എൻ്റെ അച്ഛനാണ് കൂടുതൽ PSC പഠിക്കണം, ഗവൺമെൻറ് ജോലി മതി, അല്ലെങ്കിൽ പ്രൈവറ്റിന് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു ഇത്. സോ ഞാനന്ന് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പോണ കാര്യം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്നപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു, ഇങ്ങനെ എന്താണ് ഇത് നോക്ക്, പ്രൈവറ്റിനൊന്നും ഇത്രയും രൂപയ്ക്കൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ ഒരു വില്ലേജ് ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടുന്ന് ഒരു നല്ല ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നല്ലോണം ട്രാവൽ ചെയ്യണം, ദൂരെ പോകണം. അതിനുള്ള സാലറി നമുക്ക് കിട്ടൂല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് എന്നാൽ PSC കോച്ചിങ്ങിന് പോവാം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ PSCയിലേക്ക് വന്നത്. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ വേണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ജോലിക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. അന്നൊക്കെ ഞാൻ അത്യാവശ്യം എന്താ ഹെൽത്തും എൻ്റെ നന്നായിരുന്നു. ഞാൻ നല്ല 54 kg ആയിരുന്നു ഞാൻ. പക്ഷേ ജോലി കഴിഞ്ഞിറങ്ങി ഈ PSC ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമയമായപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞ് 48 kg ആയി. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഈ PSC കാരണം. മാനസികമായിട്ട് ഒരുപാട് വിഷമവും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അത് ചിലപ്പോൾ ഞാൻ പഠിച്ചാൽ കിട്ടുമായിരിക്കും, ഇരുന്ന് പഠിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്കൊരു എന്താ പറയുക, ഇതില്ലെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിന് എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പില്ല. സോ ആ ഒരു ടെൻഷൻ മനസ്സിൽ വെച്ചിട്ട് നമുക്കിരുന്ന് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയണത്, നമ്മൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്തേ തുടങ്ങി ഇത് PSC നോക്കണുണ്ടെങ്കിൽ നോക്കി തുടങ്ങാന്നുള്ളത്. അല്ലാതെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നമ്മളിന്ന് പഠിക്കുമ്പോൾ എല്ലാവരും ജോലിക്ക് പോയി സെറ്റിലാവും, നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. വാട്ട്സ് യുവർ പാഷൻ ഓർ ഡ്രീം? എനിക്ക് പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ, യൂട്യൂബ് അതൊക്കെയാണ് ഒരു പാഷൻ എന്ന് പറയുന്നത്. ചെക്കനെ കിട്ടിയോ കല്യാണം അപ്പോൾ ഞങ്ങളെ വിളിക്കൂ. കല്യാണം ചിലപ്പോൾ അടുത്ത വർഷം ഉണ്ടാവുമായിരിക്കും. നിങ്ങളെ ഞാൻ എന്തായാലും അറിയിക്കാം കേട്ടോ. ഇതിലൂടെ എന്തായാലും അറിയിക്കാം. ആർ യു പ്ലാനിങ് ഓൺ ബിക്കമിങ് എ ഫുൾ ടൈം യൂട്യൂബർ? ഫുൾ ടൈം യൂട്യൂബർ ഞാനിപ്പോൾ വീട്ടിലെന്തായാലും ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടൈമുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഞാൻ വേറെ ജോലി ഞാൻ നോക്കുന്നുണ്ട്. വെൻ യു ആർ എ ചൈൽഡ്, ഡ്രീംസ് ഓഫ് വാട്ട് യു ഓക്കെ. ചെറുതായിരുന്നപ്പോൾ ഞാൻ എന്താ പറയുക, കണ്ണാടിയുടെയൊക്കെ മുമ്പിൽ നിന്ന് ആങ്കറിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. ഈ എന്താ പറയുക, ഫോണിംഗ് പ്രോഗ്രാമൊക്കെ നടത്തൂലേ, ഇത് പാട്ടാ വേണ്ടത്, അതെയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. സോ എനിക്ക് അപ്പോഴേ തുടങ്ങി ഈ TV, മീഡിയ, ആങ്കറിങ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു. പിന്നെ എയർ ഹോസ്റ്റസ് ആവണമെന്നൊക്കെയായി. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ജോലി വേണം, അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് പാഷൻ? പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമുക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുക, ഒരു സംതൃപ്തി, ഒരു ആശ്വാസം കിട്ടുക. എനിക്ക് അതാണ് പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തത്. കാരണം എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവർക്ക് പാഷൻ ഉണ്ടാവില്ല. അതിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യം, ചിലർക്ക് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ടാവും. അത് അവരുടെ ഒരു പാഷൻ ആണ്. അങ്ങനെ അതിന് പോകുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടാറില്ലേ. അതൊക്കെയാണ് ഓരോരുത്തരുടെ പാഷൻ. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ആർ യു സാഡ് അബൌട്ട് നോട്ട് ലാൻഡിങ് എ ഗുഡ് ജോബ് ഫോർ യു? പിന്നെ എന്തെന്നാ, ആർ യു ഹാപ്പി അബൌട്ട് ഓപ്പർച്യൂണിറ്റി മണി ഇൻഡിപെൻഡൻ്റ്ലി? ആ ജോബ് ശരിയാണ്, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ എന്താ പറയുക, യൂട്യൂബ് നമുക്ക് ഫുൾ ടൈം എക്കാലവും നമുക്ക് ഇത്
ഏർണിങ് കിട്ടുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. സ്റ്റേബിൾ അല്ലല്ലോ. സോ നമുക്ക് എന്തായാലും ഒരു ജോലി വേണം. അതിൻ്റെ കൂടെ ഒരു പാർട്ട് ടൈം ആയിട്ടേ നമുക്ക് യൂട്യൂബ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ചില കേസസിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് തന്നെ നോക്കുക. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നല്ലത് ആണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് നോക്കി നമുക്ക് പോകാൻ പറ്റില്ല. ഹേയ് വാട്ട് ആർ ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് മേക്സ് യു ഓക്കെ. എനിക്ക് വളരെ ഞാൻ പെട്ടെന്ന് കരയുന്ന പെട്ടെന്ന് ചിരിക്കുന്ന ഒരു ടൈപ്പ് ആളാണ്. എനിക്ക് എന്താ പറയുക, സന്തോഷിക്കാൻ ചെറിയൊരു കാര്യം മതി. ഇപ്പോൾ ഒരാൾ എനിക്ക് ഒരു മിഠായി കൊണ്ട് തന്നു. ആരെങ്കിലും ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു മിഠായിയോ എന്തെങ്കിലും ചെറിയൊരു 1 രൂപയുടെ മിഠായി ആയാലും മതി ഇങ്ങനെ കൊണ്ട് തരാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം അയാൾ എന്നെക്കുറിച്ച് ചിന്തിച്ചല്ലോ. എന്നെക്കുറിച്ച് ആലോചിച്ചു. എനിക്ക് വേണ്ടി കൊണ്ട് തന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെന്താണ്, എന്താ പറയാ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ചാനൽ മാറ്റുമ്പോൾ ഏതെങ്കിലും വല്ല സി.ഐ.ഡി മൂസയോ മീശ മാധവനോ പറക്കുംതളികയോ അങ്ങനെയൊക്കെ സിനിമകളൊക്കെ വരുമ്പോൾ അതും ഒരു സന്തോഷമാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പോൾ മുട്ടക്കറിയാണ് ഇന്നെന്ന് അറിയുമ്പോൾ അതും ഒരു സന്തോഷമാണ്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാവും. വട്ടാണെന്ന് വിചാരിക്കരുത് ട്ടോ. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൽ. അതൊന്ന് നോക്കുക ട്ടോ. പിന്നെ ഇത്രയും നാളത്തെ പഠനം കൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റി? പഠനം കൊണ്ട് ജീവിതത്തിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റൂല. പഠനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീവിതം എന്താണെന്ന് അറിയുക. പഠിക്കുമ്പോൾ നമുക്ക് ജീവിതം മനസ്സിലാവില്ല. പഠനം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ജീവിതം ടഫാണ് എന്ന് മനസ്സിലായി തുടങ്ങിയത്. PG, B.Ed ഒക്കെ പഠിച്ച് അലഞ്ഞിരുന്ന് എനിക്കൊരു അഡ്വൈസ് തരാമോ? അഡ്വൈസ് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുക. ഇല്ലീഗലായിട്ടൊന്നും അല്ല ട്ടോ. അല്ലാതെ നേർവഴിക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്തിന് പോയിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ചതിനേ നമ്മൾ പോവൂ എന്നുള്ള ഒരു വാശി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നടക്കൂല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല. സോ നിങ്ങൾക്ക് പറ്റിയൊരു ജോലി ഇപ്പോൾ എൻട്രി ലെവലിൽ കിട്ടുകയാണെങ്കിൽ ഇത് പോവുക. എന്നിട്ട് അവിടുന്ന് മാറുക. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ലൈഫ് സെറ്റിലായിട്ട് മാരീഡ് ആകണോ അതോ മാരേജ് കഴിഞ്ഞ് സെറ്റിൽ ആവണോ? ഇതിന് നമുക്ക് കറക്റ്റ് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ചിലവർക്ക് പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ആവും. പക്ഷേ ചിലവർക്ക് പെട്ടെന്ന് സെറ്റിൽ ആവില്ല. സോ ലൈഫൊക്കെ സെറ്റിലായി മാരേജ് ഒക്കെ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണ് കിട്ടില്ല. അല്ലെങ്കിൽ ചെക്കൻ കിട്ടില്ല. മൂക്കിൽ പല്ലും മുളച്ചിരിക്കേണ്ടി വരും. സോ ഇപ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, പണ്ട് മുതലേ സ്നേഹിച്ച് നിൽക്കുന്ന അങ്ങനെയൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ടാവുമല്ലോ, ലവ് മാരേജ് ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ തയ്യാറാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും കല്യാണം കഴിക്കുക. എന്നിട്ട് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കല്യാണമൊന്നും വലിയ ആർഭാടമായിട്ട് നടത്താണ്ട് ആ ഒരു പൈസ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരാണ് കല്യാണമൊക്കെ ആർഭാടമായിട്ട് നടത്തുന്നത്? എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ്. ആർഭാടമായിട്ട് നടത്തണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നമ്മുടെ എന്താ പറയുക, പാരൻസും ഒക്കെ അതിന് ഒരു കൂടെ നിൽക്കണം. കാരണം ഇപ്പോൾ എനിക്ക് പൈസയ്ക്ക് ഞാൻ വലിയ വില കണ്ടിരുന്നില്ല. എനിക്ക് ആദ്യം സ്നേഹം അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷെ ഇപ്പോൾ പൈസയ്ക്ക് വിലയുണ്ട് ട്ടാ. ആർ യു സിംഗിൾ? എപ്പോൾ മാരേജ്? ഇപ്പോൾ PSC പഠിക്കുകയാണോ? വർക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ? മാരേജ് ചിലപ്പോൾ മേ ബി അടുത്ത കൊല്ലം ഉണ്ടാവും. ഞാൻ എന്തായാലും നടക്കുമ്പോൾ അറിയിക്കും. അറിയിക്കാം ട്ടാ. PSC ഇപ്പോൾ ഞാൻ പഠിക്കുന്നില്ല. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തൊക്കെ ഇടുന്നുണ്ട്. നോക്കാം. വർക്കിന് ട്രൈ ചെയ്യുന്നുണ്ട്. ടെൽ us about your likes and dislikes. പിന്നെ സെലിബ്രിറ്റി ക്രഷ്, നെക്സ്റ്റ് പ്ലാൻ. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ത് മേഖലയിലാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്കിപ്പോൾ പറയാൻ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, എനിക്ക് എന്താ പറയുക, നുണ പറയുന്ന ആൾക്കാരെയും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെയും മറ്റുള്ളവരെ പറ്റിക്കുന്ന ആൾക്കാരെയും എനിക്കിഷ്ടമല്ല. എനിക്കങ്ങനെ ആരെയും പറ്റിക്കാനും അധികം അറിയില്ല. ഞാനും നുണ പറയും. നുണ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ, ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും പോകാനൊക്കെ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതും ഞാൻ എപ്പോഴും അധികം പറയാറില്ല. അവർ കൂടുതൽ വിളിക്കുമ്പോഴേ ഞാൻ ഇറങ്ങിയെന്ന് പറയാറുള്ളൂ. എന്നാലും അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ അപ്പം തന്നെ ഇറങ്ങാനും നോക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് നുണ ഞാൻ പരമാവധി ഞാൻ പറയാൻ കുറയ്ക്കും. എനിക്കങ്ങനെ ഒരാളെ പറ്റിക്കണതോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്താ ഈ കാലത്ത് നിലനിൽപ്പില്ല. എല്ലാവരെയും പറ്റിച്ചും ചതിച്ചൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും മുന്നേറണത്. നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കും. സോ എനിക്കങ്ങനെ എന്താ പറയുക, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ എന്തെന്നാ ഇഷ്ടമല്ല എന്ന് പറയാനുള്ളത്? പിന്നെ പാവയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെയാട്ടോ ഞാനീ പറയണേ. പിന്നെ പാവയ്ക്ക് ഇഷ്ടമല്ല. കയ്പ്പുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒയ്യോ പോയാ. പിന്നെ എന്താ ചോദിച്ചത്? സെലിബ്രിറ്റി ക്രഷ്. എനിക്ക് പഠിക്കുന്ന സമയത്ത് ക്രഷ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഷാഹിദ് കപൂറിനെ ജബ് വി മെറ്റ് സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. ഷാഹിദ് കപൂർ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ക്രഷ് എന്ന് പറയാനായിട്ട് ഉള്ള ഒരാൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ക്രഷൊന്നും അല്ല. ഇപ്പോൾ ഇഷ്ടങ്ങളുണ്ട്. ക്രഷില്ല. അത് പോയി. എൻ്റെ പൊന്നോ.
ഫേവറേറ്റ് മൂവീസ് ആൻഡ് ബുക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബുക്ക് വായിക്കാറില്ല. എനിക്ക് വായിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് വായിച്ച് വായിച്ച് ഓരോ ദിവസവും നിൽക്കാനുള്ള ക്ഷമയില്ല. സോ സിനിമാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹൊറർ സിനിമകളാണ് എനിക്ക് ഭയങ്കര ആ ഒരു ഇതാണ് ഇഷ്ടം. പിന്നെ കോമഡിയും ഇഷ്ടം. നമ്മുടെ എന്താ പറയാ ദിലീപേട്ടൻ്റെ പണ്ടത്തെ മൂവീസൊക്കെ ഇല്ലേ? അതൊക്കെ ഞാൻ എപ്പോൾ വന്നാലും കാണാറുണ്ട്. ഈ മറ്റേ പഞ്ചാബി ഹൗസ്, സിഐഡി മൂസ, വർക്കുംകളി അങ്ങനത്തുള്ള സംഭവങ്ങള്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹൊറർ മൂവീസ് ഇഷ്ടമാണ്. അത് ഞാൻ പല ലാംഗ്വേജിലും കാണാറുണ്ട്. ഇംഗ്ലീഷും പിന്നെ ഇന്തോനേഷ്യൻ മൂവി, പിന്നെ തുർക്കിഷ് മൂവി അങ്ങനെയൊക്കെ നല്ല നല്ല സിനിമകള് ഹൊറർ ജേണറിൽ വരുമ്പോൾ കാണാറുണ്ട്. പിന്നെ സീരീസ് കാണാറുണ്ട്. ഹിസ്റ്റോറിക്കൽ ഡ്രാമ നമ്മുടെ എന്താ പറയാ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പോലത്തുള്ള സീരീസും അങ്ങനെയുള്ള സീരീസും നല്ല സീരീസൊക്കെ കാണാറുണ്ട്. ഒറ്റ ഇത് പറയാനായിട്ട് ഇല്ല. ഇത്രയും മോട്ടിവേഷൻ പിന്നെ എനർജി എവിടുന്ന് വന്നു? സത്യം പറയാലോ, എനർജി ഒന്നും എനിക്കില്ല. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയാനാണെങ്കില് കുറച്ച് ജീവിത പാഠങ്ങളും ജീവിതത്തിൽ നിന്ന് എനിക്ക് തെറ്റുപറ്റി പഠിച്ച കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ പറയുന്നതൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് തോന്നണേന്നുള്ളത്. നമ്മളെല്ലാവരും ഈ മോട്ടിവേഷൻ പറയുന്നവര് ജീവിതപാഠങ്ങൾ കൊണ്ട് പഠിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ടിട്ടോ അങ്ങനെയൊക്കെ പഠിക്കുന്നതായിരിക്കും. ചാനൽ ഇത്ര വേഗം റീച്ച് ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇപ്പോൾ എന്താണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്? ഞാൻ ഒരിക്കലും ചാനൽ തുടങ്ങിയപ്പോൾ ഇത് റീച്ച് ആകും എന്നൊന്നും, ഇപ്പോൾ 10K ആയി. അതൊന്നും ഞാൻ വിചാരിച്ചിട്ടും കൂടിയേ ഇല്ല. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് തുടങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒന്നും അധികം വ്യൂസ് ഒന്നും വരില്ല. ഇങ്ങനെ വല്ല 10ഉം 20ഉം വ്യൂസായി അങ്ങനെ പോവുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇങ്ങനെ റീച്ച് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ മനസ്സിലൂടെ പോകുന്നതെന്ന് വെച്ചാൽ 10K ആയപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ അച്ചീവ് ചെയ്ത പോലെയൊക്കെ ഒരു സന്തോഷമുണ്ട്. റൈറ്റ് പാത്തിലൂടെയാണ് പോണേന്നുള്ള ഒരു ആശ്വാസമുണ്ട്. വീഡിയോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാമറ. അയ്യോ, ക്യാമറയോ? ഇത് ആൻഡ്രോയിഡ് ഫോണാണ്. റെഡ്മി നോട്ട് 8 പ്രോ. അതാണ് എൻ്റെ ക്യാമറ. അതിലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 99% സ്റ്റോറേജ് ഫുള്ളായിരുന്നു. ഞാനൊന്നും ഡിലീറ്റ് ആക്കൂല. എൻ്റെ പഴയ മെമ്മറീസും പഴയ ഫോട്ടോസൊക്കെ ഉണ്ട്. സോ അതൊന്നും ഞാൻ ഡിലീറ്റ് ആക്കില്ല. എന്നിട്ട് രണ്ടാമത് ഞാൻ എടുത്തത് ഡിലീറ്റ് ആക്കി കുറേയൊക്കെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കി 98% ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ആർ യു സിംഗിൾ എന്ന് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ഒപ്പം PSCക്ക് പഠിച്ചിരുന്നവളാണ്. അവൾക്ക് ഞാൻ സിംഗിൾ ആണോ എന്ന് അറിയണം അല്ലേ? ഞാൻ നേരിട്ട് വിളിച്ച് പറയാട്ടെ. According to you, on what basis should we choose our career, as we all know that all are not born to be a doctor or engineer? നമ്മൾ ചെറുപ്പത്തിലേക്ക് നമുക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും മാത്രമല്ല ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ളത്. നമുക്ക് എന്താ പറയുക, വാട്ട് ബേസിസ് എന്ന് പറയാനായിട്ട് ചിലവർക്ക് വിചാരിച്ച ഒരു ജോലി ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പെട്ടെന്ന് ഏർണിങ് ചെയ്യേണ്ടി വരുന്നത് മൂലമൊക്കെ അവർക്ക് കിട്ടുന്ന ജോലിക്ക് അവർ പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയായാലും ഏത് ഫീൽഡിലായാലും എക്സ്പീരിയൻസ്ഡ് ആവുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്കൊരു ആദ്യം ഏതെങ്കിലും ഇപ്പോൾ ജോബ് സ്വിച്ച് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ഏൺ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഴ്സൊക്കെ പഠിച്ച് പിന്നീട് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എയിം വേണം. ഇപ്പം എനിക്ക് എന്താ പറയുക, നേഴ്സ് ആവണം, എന്നിട്ട് എബ്രോഡ് പോകണം, അങ്ങനെയൊക്കെ ഒരു എയിം ഉണ്ടെങ്കിൽ അതിന് നോക്കുക. ഇപ്പം എനിക്ക് ടീച്ചർ ആവണം എന്നാണെങ്കിൽ അതിന് വേണ്ടി നോക്കുക. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരു ജോലി ഏതാണോ അതിന് പോവുക. പിന്നെ ലിസ്റ്റിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. PSC ലിസ്റ്റിൽ ഞാനില്ല. ഡു യു വാച്ച് അനിം? അനിം തന്നെയല്ലേ പറയാ? അത് ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇനി അതും കൂടി കണ്ടു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ആയിരിക്കും ഞാൻ. ഞാൻ കണ്ടിട്ടില്ല. ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാ? സബ്ജക്റ്റ് ഹാവ് യു ഫൗണ്ട് ഈസി ആൻഡ് ഡിഫിക്കൽട്ട് ടു സ്റ്റഡി? ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അക്കൗണ്ടൻസി ഒക്കെ ഇഷ്ടമായിരുന്നു. മാത്സ് ഒക്കെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ +1 +2 ഡിഗ്രി ഒക്കെ ആയപ്പോൾ എനിക്ക് അക്കൗണ്ടൻസി ഇഷ്ടമായിരുന്നു. കാരണം അതാണ് കുറച്ചും കൂടി എനിക്ക് എന്താ പറയുക, മാർക്ക് നേടാൻ ഈസി ആയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ വിചാരിക്കും അയ്യോ ഭയങ്കര മാത്സ് വേണം, അങ്ങനെയല്ല. പരീക്ഷയ്ക്കൊക്കെ ഒരു ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 15 മാർക്ക് കിട്ടുമല്ലോ. പക്ഷേ ഈ തിയറി പേപ്പർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സോഷ്യൽ സ്റ്റഡീസും കാര്യങ്ങളും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതൊക്കെ നമ്മൾ 2-3 പേജ് ഇരുന്ന് എഴുതണം. അതിനും 15 മാർക്ക് ഫുൾ മാർക്ക് കിട്ടാനും പാടാ. പക്ഷേ അക്കൗണ്ടൻസി അങ്ങനെയല്ല. ഒരു ബാലൻസ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ എസ്സേ ക്വസ്റ്റ്യൻ. അത് ഫുള്ളാക്കി അത് ശരിയാക്കി കഴിഞ്ഞാൽ അത് അത്ര പാടും പെട്ടെന്ന് കുറേ എഴുതാനൊന്നുമില്ല. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. സോ എനിക്ക് അക്കൗണ്ടൻസി ആയിരുന്നു എനിക്ക് ഇഷ്ടം. ആർ യു മാരീഡ്? നോ. ഏജ് കൂടുന്നു. ലൈഫിലൊന്നും ആകാൻ പറ്റാത്തവരോട് എന്താ പറയാനുള്ളത്? ഒന്നും ആകാൻ പറ്റാത്തവരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക,
അതും ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം, പ്രവൃത്തിയിലേക്ക് പ്രവർത്തിക്കണം നമ്മൾ. എന്നാലേ നമുക്ക്, അല്ലാണ്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. നമ്മൾ ഇറങ്ങി തിരിച്ചാലേ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ലാസ്റ്റ്, ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് യുവർ പാഷൻ? ക്യാൻ യു ഹെൽപ്പ് മീ ടു ഫൈൻഡ് ഔട്ട് മൈ പാഷൻ? ഇത് ഞാൻ നേരത്തെ ആൻസർ ചെയ്താണോ? പാഷൻ ഞാൻ ഫൈൻഡ് ഔട്ട് അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. എനിക്കിഷ്ടമാണ് വീഡിയോ ചെയ്യാനായിട്ട്. അങ്ങനെയാണ്, അതെനിക്ക് സന്തോഷം തരുന്നുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയത്. പിന്നെ നിങ്ങളുടെ പാഷൻ കണ്ടെത്താനായിട്ട് ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? കാരണം എനിക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് എന്താ താല്പര്യം? ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ യൂട്യൂബ് ചെയ്യുന്ന നിർബന്ധിക്കാൻ പറ്റുമോ? കാരണം ചിലർക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ, ചിലർക്ക് പാഷൻ ഉണ്ടാവില്ല. ഇപ്പം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് പാഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ എന്താ, ഒരു നിങ്ങളിപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടാവും. അതായിരിക്കും നിങ്ങളുടെ പാഷൻ. നിങ്ങൾക്കത് കളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്ക് വരയ്ക്കാൻ അറിയായിരിക്കും. വരച്ച് എന്തെങ്കിലും ഒരു ചിത്രം പൂർത്തിയാക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടും. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ പാഷൻ. അപ്പോൾ എന്താ പറയുക, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് സ്ക്രോൾ ചെയ്തിട്ട് താഴെ വരെ എത്തിയിരിക്കുന്നത്. കുറച്ചൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും വീഡിയോ ഒരുപാട് നേരം പോകുന്നത് കൊണ്ടും ആണ്. നിങ്ങൾ കാണൂല അല്ലെങ്കിൽ ഇത്രയും ലെങ്ത് ഉള്ള വീഡിയോസ്. സോ ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ എന്തായാലും ഇത്രയും കണ്ടല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാനിടുന്ന കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ അപ്പോൾ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നുപോകും, ഈ പേരും മറന്നുപോകും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.